കർണാടക സർക്കാർ നടപ്പാക്കിയ ബുൾഡോസർ രാജിനെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. സിദ്ധരാമയ്യ നടപ്പാക്കിയത് യു.പി. മോഡൽ അല്ലെന്നും പുനരധിവാസം സ്വാഗതാർഹമെന്നും കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം സാമുദായിക സംഘടനകൾ. കടുത്ത പ്രതിഷേധ നീക്കവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത്. കർണാടകയിലെ കോളനികൾ കേന്ദ്രീകരിച്ച് കർണാടക സർക്കാർ നടപ്പാക്കിയ ബുൾഡോസർ രാജ് നടപടിയെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്ത്. മുസ്ലിം, ദലിത്, പിന്നാക്ക ക്രൈസ്തവർ എന്നിവർ ഉൾപ്പെടെയുള്ള പാർശ്വവൽകൃത ജനതയുടെ കൂരകളാണ് കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ബുൾഡോസറുകൾ തകർത്തെറിഞ്ഞത്. അർദ്ധരാത്രി കൊടും തണുപ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ കിടന്നുറങ്ങിയ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ള നിസ്സഹായരായ മനുഷ്യരെയാണ് കർണാടക സർക്കാർ വഴിയാധാരമാക്കിയത്. വിദ്വേഷ രാഷ്ട്രീയവും വംശീയ ഉന്മൂലനവുമാണ് ഭരണാധികാര പിന്തുണയോടെ കർണാടക സർക്കാർ നടപ്പാക്കിയതെന്ന വികാരം ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗളൂരുവിലെ നഗരവികസന അതോറിറ്റിയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാനാണ് കുടിയിറക്കൽ എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ബുൾഡോസർ രാജിൽ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയതിനാൽ നൂറുകണക്കിന് നിരപരാധികളാണ് ഒറ്റയടിക്ക് കിടപ്പാടമില്ലാത്തവരായി മാറിയത്. യു.പിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ മേൽനോട്ടത്തിൽ യോഗി ആദിത്യനാഥ് നടപ്പാക്കിയ ബുൾഡോസർ രാജാണ് കർണാടകയിൽ സിദ്ധരാമയ്യയും നടപ്പാക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. രാജ്യമൊട്ടാകെ ഇതിനെതിരെ അതിശക്ത പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴാണ് ബുൾഡോസർ രാജിനെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത്. കർണാടകയിൽ യു.പി. മോഡൽ നടപ്പായിട്ടില്ലെന്നും കിടപ്പാടം നഷ്ടമായവർക്ക് പുനരധിവാസം നൽകുമെന്ന സർക്കാർ നിലപാട് സ്വീകാര്യമാണെന്നുമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാദം. വീട് നഷ്ടമായത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലെന്ന വിചിത്രവാദവും ലീഗ് നേതാവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ 300-ലധികം വീടുകൾ ബുൾഡോസർ കയറ്റി ഇറക്കിയതിനെയാണ് ലീഗ് നേതാവ് ഈ വിധത്തിൽ ന്യായീകരിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വമടക്കം കർണാടക സർക്കാരിന്റെ ബുൾഡോസർ രാജിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കർണാടക സർക്കാർ വഴിയാധാരമാക്കിയ മുഴുവൻ മനുഷ്യർക്കും സർക്കാർ നീതി നൽകണമെന്ന ആവശ്യമുയർത്തി ജമാഅത്തെ ഇസ്ലാമി അമീർ പി. മുജീബ് റഹ്മാൻ രംഗത്തു വന്നു കഴിഞ്ഞു. ന്യൂനപക്ഷ സംഘടനകൾ യു.ഡി.എഫിനെതിരായി മാറുമെന്ന് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറുമായും എ.ഐ.സി.സി. നിർദ്ദേശപ്രകാരം കെ.സി. വേണുഗോപാൽ ചർച്ച നടത്തിയത്. തുടർന്നാണ് ദുരിതബാധിതർക്ക് പുനരധിവാസം നൽകാൻ കർണാടക സർക്കാർ തയ്യാറായത്. കർണാടക സർക്കാരിന്റെ ഈ ബുൾഡോസർ വാഴ്ച കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ വ്യാപകമായ തിരിച്ചടികൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ന്യൂനപക്ഷ പിന്തുണ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകുമോ എന്ന ഭീതിയും യു.ഡി.എഫിനുണ്ട്. അതിനിടയിലാണ് ബുൾഡോസർ രാജിനെ വാഴ്ത്തി മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത്. ഒട്ടേറെ മുസ്ലിം സാമുദായിക സംഘടനകൾ ഇതിനെതിരെ രംഗത്തെത്തിയതോടെ മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ.